ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇക്വിലിബ്രിയത്തിൻ്റെ പാർട്ട് 5 നമുക്ക് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ ക്വസ്റ്റൻ NCERT എക്സാംപ്ലർ ക്വസ്റ്റിലേക്ക് ഞാൻ ഡയറക്റ്റ് എടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് ന്യൂമറിക്കൽസ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, കുറേ ക്വസ്റ്റ് ന്യൂമറിക്കൽസ് ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചെയ്യാം. അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ വീക്ക് ബേസ് MOH ഇസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ KB is equal. അതിൻ്റെ അയോണൈസേഷൻ വീക്ക് ബേസിൻ്റെ അയോണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ KB ആണ്. അപ്പോൾ എത്ര വന്നിട്ടുണ്ട്? M പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് M പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് MOH. ഇതിൻ്റെ വാല്യൂസ് എത്ര തന്നിട്ടുണ്ട്? ഡൈമീഥൈൽ അമീൻ്റെ KB ഇത്ര, യൂറിയൻ്റെ ഇത്ര, പിരിഡിൻ്റെ ഇത്ര, അമോണിൻ്റെ ഇത്ര. അറേഞ്ച് ദ ബേസസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ എക്സ്റ്റെൻറ്റ് ഓഫ് അയോണൈസേഷൻ ഇക്വിലിബ്രിയം. ഇതിലേതാണ് അയോണൈസേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഏതിലായിരിക്കും? അതായത് ഏറ്റവും കൂടുതൽ നിന്ന് ഏറ്റവും കുറഞ്ഞു വരുന്ന രീതിയിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസ് ഇസ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ്? അതും പറയണം. ഗ്രേറ്റർ ദ അയോണൈസേഷൻ കോൺസ്റ്റന്റ് KB, ഗ്രേറ്റർ ഇസ് ഇറ്റ്സ് അയോണൈസേഷൻ. അപ്പോൾ ഈ KB കൂടുന്നവർ അതിൻ്റെ അയോണൈസേഷൻ കേപ്പബിലിറ്റി കൂടിക്കൂടി വരും. അപ്പോൾ ഇതിലേതായിട്ടും ഹയസ്റ്റ് ആയിട്ടുള്ളത്? അതായത് നിങ്ങൾ നോക്കേണ്ടത് 10⁻⁻14 എല്ലാം. അപ്പോൾ അതാണ് ആൻസർ നല്ല ഡിക്ക് ചെയ്യേണ്ടത്. അതല്ല ഫസ്റ്റ് വരിക. കാരണം എന്താ 10⁻⁻14. അപ്പോൾ എന്താണ് 0 പോയിൻറ്റും കഴിഞ്ഞിട്ട് 14 പൂജ്യം ഉണ്ട്. അപ്പോൾ അത്രത്തോളം ചെറുതായി. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ നെഗറ്റീവ് എത്ര ചെറുതാവുന്ന അത്രത്തോളം നല്ലത്. അപ്പോൾ 10⁻⁻4 ആണെന്നുണ്ട്, 10⁻⁹, 10⁻5 വെറുതെ പവർ നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ 10⁻⁻4 ഏറ്റവും ചെറുതായിട്ട് അതായിരിക്കും ഫസ്റ്റ് വരിക. പിന്നെ 10⁻⁻5 അല്ല. ഓക്കെ, പിന്നെ 10⁻⁻5, പിന്നെ അത് അമോണിയ, പിന്നെ പീരിഡിൻ 10⁻⁹, പിന്നെ യൂറിയ, ലാസ്റ്റ് യൂറിയ 1.3 × 10⁻⁻14. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് ഡൈമീഥൈൽ അമീൻ ആയിരിക്കും. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇതായിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ അടുത്തത് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് എ വീക്ക് ബേസ് ഇസ് ഓൾവേസ് സ്ട്രോങ്ങർ. വാട്ട് വിൽ ബി ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് കോൺജുഗേറ്റ് ബേസ്? ഇവിടെ കുറച്ച് കോൺജുഗേറ്റ് ബേസസ് കൊടുത്തിട്ട് ഇതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് പറഞ്ഞോളൂ. എന്തെല്ലാം കോൺജുഗേറ്റ് ബേസസ് എടുത്താന്നില്ലത്? OH മൈനസ്, RO മൈനസ്, CH3CO മൈനസ്, Cl മൈനസ്. അപ്പോൾ എന്താണ് ഈ ഇതെല്ലാം ആക്ച്വലി എവിടുന്ന് വരുന്നതാണ്? ഏത് ആസിഡിൽ നിന്ന് വരുന്നതാണ് ഈ കോൺജുഗേറ്റ് ബേസല്ലോ? ഈ OH മൈനസ് H2O എന്നാണ് വരുന്നത്. RO മൈനസ് ROH എന്ന് പറയുന്ന ആൽക്കഹോൾ എന്നാണ് വരുന്നത്. CH3CO മൈനസ് അതായത് അസിറ്റിക് ആസിഡ് എന്നാണ് വരുന്നത്. Cl മൈനസ് എന്ന് പറയുന്നത് HCl എന്നാണ് വരുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് ദിയർ അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് HCl ആയിരിക്കും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതെന്ന് പറയുന്നത് ആസിഡ്. പിന്നെ CH3COH കുറച്ചും കൂടി വീക്കാണ്, H2O കുറച്ചും കൂടി വീക്കാണ്. പിന്നെ H2 ഇസ് ഗ്രേറ്റർ ദാൻ, അതായത് വാട്ടർ ഇസ് ഗ്രേറ്റർ ദാൻ അസിഡിക് സ്ട്രെങ്ത് ദാൻ മറ്റേ ആൽക്കഹോൾ. അപ്പോൾ ഇത് ആസിഡിൻ്റെ ലൈറ്റിലു. അപ്പോൾ അപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഏതിൻ്റെ ഓർഡർ? ഈ പറഞ്ഞ ഇപ്പോൾ അസിഡിക് സ്ട്രെങ്തിൻ്റെ നേരെ തിരിച്ചിട്ടുള്ള ഓർഡർ ആയിരിക്കും. അതായത് ഇതിപ്പോൾ ഇതിൽ ആർക്കാണ് ഏറ്റവും കുറവ് അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ കോൺജുഗേറ്റ് ബേസിൻ്റെ, അതായത് ബേസിക് അതായത് ഞാൻ പറഞ്ഞിരുന്നത് അസിഡിക് സ്ട്രെങ്ത് ആയിരിക്കണം ഏറ്റവും കുറവ്, അയാൾ നല്ല ബേസ് ആയിരിക്കും. അസിഡിക് സ്ട്രെങ്ത് ആയിരിക്കും കൂടുതൽ, അയാൾ എത്ര നല്ല ബേസ് ആയിരിക്കില്ല. ഈ HCl അപ്പോൾ നല്ലൊരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എത്തനോൾ നല്ല ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓർഡർ തിരിച്ചിട്ട് ചെയ്തു. അപ്പോൾ RO മൈനസ് ഗ്രേറ്റർ ദാൻ, OH മൈനസ് ഗ്രേറ്റർ ദാൻ, പിന്നെ CH3CO മൈനസ് ഗ്രേറ്റർ ദാൻ Cl. അപ്പോൾ ഈ പറഞ്ഞ ROH ഗ്രേറ്റർ ദാൻ, H2O ഗ്രേറ്റർ ദാൻ, CH3COOH ഗ്രേറ്റർ ദാൻ HCl. അപ്പോൾ HCl എന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബേസിക് ആയിരിക്കും. ഏറ്റവും ഹയസ്റ്റ് നന്നായിട്ടൊരു ബേസ് ആയിട്ട് പ്രവർത്തിക്കുക നമ്മൾ ROH ആയിരിക്കും, ആൽക്കഹോൾ ആയിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് ആദ്യം എഴുതി, എന്നിട്ട് അതിൻ്റെ ഓർഡർ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ തിരിച്ചിട്ടാൽ. അടുത്തത് pH ഓഫ് എ സൊല്യൂഷൻ ഓഫ് എ സ്ട്രോങ് ആസിഡ് ഈസ് pH എത്ര വന്നിട്ടുണ്ട്? 5 വന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ pH ഓഫ് എ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ഡൈല്യൂട്ടിംഗ് ദ ഗിവൺ സൊല്യൂഷൻ 100 ടൈംസ്? ഒരു സൊല്യൂഷൻ്റെ സ്ട്രോങ് ആസിഡിൻ്റെ സൊല്യൂഷൻ pH എത്ര തന്നിട്ടുണ്ട്? 5 എന്ന് പറയും തന്നിട്ടുണ്ട്. ഇതേ സൊല്യൂഷനെ 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി എൻട്രൻസ് എല്ലാം വരുന്നൊരു കോമൺ ടൈം പ്രോബ്ലം ഇത്. അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്ത്, അപ്പോൾ H പ്ലസ് ഈക്വൽ ടു 10⁻⁻5. അപ്പോൾ pH ഈക്വൽ 5. അപ്പോൾ H പ്ലസ് അതായത് ഇപ്പോൾ മൈനസ് ലോഗ് H പ്ലസ് ആണല്ലേ pH എന്ന് പറയുന്നത്. അത് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലോഗ് H പ്ലസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? മൈനസിന് അപ്പുറത്തേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ ലോഗ് H പ്ലസ് ഇസ് ഈക്വൽ ടു ഈ പറഞ്ഞ -5. അപ്പോൾ ഈ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടേണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം? ലോഗിൻ്റെ ആൻറ്റി ലോഗ് എടുക്കണം. അപ്പോൾ ആൻറ്റി ലോഗ് ഓഫ് -5. അപ്പം ആൻറ്റി ലോഗ് ഓഫ് -5 എന്ന് പറയുമ്പോൾ 10⁻⁻5. അപ്പോൾ അങ്ങനെയാണ് ഓൺ ഡൈല്യൂട്ടിങ് ദ സൊല്യൂഷൻ 100 ടൈംസ്. അപ്പോൾ എന്ത് വരും? 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 100 കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10⁻⁻5 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇതൊരു 10 സ്ക്വയർ ഉണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ 10⁻². അപ്പോൾ 10⁻5 × 10⁻² എന്ന് പറയുന്നത് 10⁻7 മോൾ പെർ ലിറ്റർ. ടോട്ടൽ H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ഈക്വൽ ടു H പ്ലസ് അയോൺസ് ഫ്രം ദ ആസിഡ് പ്ലസ് H പ്ലസ് അയോൺ ഫ്രം ദ വാട്ടർ. അപ്പോൾ ആസിഡ് നിന്നില്ലേ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് നമുക്കറിയില്ല ഏത് ആസിഡ്, HCl H2SO എന്തോ ഒരു ആസിഡാണ്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന H പ്ലസിന് അയോൺസിൻ്റെ കോൺസെൻട്രേഷനും പിന്നെ എന്തുന്നുണ്ട് വാട്ടറിൽ നിന്ന് കിട്ടുന്ന, അതായത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ
ഇപ്പോൾ വാട്ടറിൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടാവുമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന H+ ഉണ്ട്. ഇപ്പോൾ H2O എന്തുണ്ട്, OH- H+ ആയിട്ടാണെങ്കിൽ ഇത് പുതിയ നിൽക്കുക, ഈ H+ കിട്ടുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഒരു HCl സ്ട്രോങ് ആസിഡ് ആയിട്ട് എടുത്തെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന H+ ഉണ്ട്. അപ്പോൾ എന്താണ് H+ അയോൺസ് ഓഫ് ആസിഡ് എന്ന് പറയുമ്പോൾ 10⁻⁷ നമ്മളിപ്പം കണ്ടുപിടിച്ച്, പ്ലസ് H+ അയോൺസ് ഓഫ് ദ വാട്ടർ അതും 10⁻⁷. അപ്പോൾ അപ്പോൾ എന്താണ് 1 ചക്ക + 2 ചക്ക 2 ചക്ക, അല്ല 1 ചക്ക + വേറൊരു ചക്ക = 2 ചക്ക. അപ്പോൾ 2 × 10⁻⁷ മോളാർ. pH ഒക്കെ അപ്പോൾ ഇനി എന്തെടുത്താൽ മതി, ഇതിൻ്റെ ഇനി H+ എടുക്കുക. ഇനി എന്താണ് നെഗറ്റീവ് ലോഗ് H+ കോൺസെൻട്രേഷൻ എടുത്താൽ മതി. ഇതൊരു മൈനസ് ലോഗ് എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ 2 × 10⁻⁷. ഇനി ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും, ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. ഫൈനലി ആൻസർ 6.699. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 6.7 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാൽക്കുലേറ്റ് ദ pH ഓഫ് എ സൊല്യൂഷൻ ഫോംഡ് ബൈ മിക്സിംഗ് ഈക്വൽ വോളിയൂംസ് ഓഫ് 2 സൊല്യൂഷൻ. ഏതൊരു സൊല്യൂഷൻ ചേർത്തത് A and B ഓഫ് സ്ട്രോങ് ആസിഡ് ഹാവിംഗ് pH = 6 and pH = 4. 2 സ്ട്രോങ് ആസിഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ആസിഡിൻ്റെ pH 6ഉം രണ്ടാമത്തെ ആസിഡിൻ്റെ pH 4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കാരണം ഇത് വെറുതെ വാല്യൂ കണ്ടാൽ തന്നെ മനസ്സിലായി ഇത് ആസിഡാണല്ലോ. ഇത് വെറുതെ മെൻഷൻ ചെയ്യണമല്ലോ. കാരണം എന്താ, 7ൽ ചെറിയ വാല്യൂസ് എല്ലാം എന്താണ്, <7 എന്ന് പറയുമ്പോൾ എല്ലാം അസിഡിക്കാണ്. മോർ ദൻ 7 എന്ന് പറയുന്നത് എല്ലാം എന്താണ്, ഈ പറഞ്ഞ ബേസിക് ആണ്. ഇനി ഈ 7 എന്ന് പറയുന്ന വാല്യൂ അപ്പോൾ എന്തായിരിക്കും, ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്രൽ വാല്യൂ. അപ്പോൾ നമുക്കറിയാം 6 എന്ന് പറയുന്നത് എന്തായാലും 7നെക്കാട്ടും ചെറുതാണ്, അതും അസിഡിക്കാണ്. 4 പിന്നെ 6നെക്കാട്ടും ചെറുതാണ്, അപ്പോൾ അതെന്തായാലും അസിഡിക്കാണ്. pH ഓഫ് എ സൊല്യൂഷൻ A ഈസ് 6. ഹെൻസ് H+, അതായത് ഇപ്പോൾ മൈനസ് ലോഗ്, അപ്പോൾ നിങ്ങൾ pH കിട്ടുമ്പോൾ തന്നെ ഇക്വേഷൻ ചെയ്താൽ മൈനസ് ലോഗ് H+ = 6. അപ്പോൾ ലോഗ് ആണല്ലോ ഉണ്ട്, ലോഗ് H+ = എന്താണ്, ഈ മൈനസിൻ്റെ അപ്പുറത്തേക്ക് -6. അപ്പോൾ H+ എന്താണ്, ആൻറ്റി ലോഗ് എടുക്കുക. ആൻറ്റി ലോഗ് ഓഫ് ഏത് -6. അപ്പോൾ 10⁻⁻6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതിപ്പോൾ വെറും 6 ആയിരുന്നു, ആൻറ്റി ലോഗ് ഓഫ് 6 എടുത്തു കഴിഞ്ഞാൽ 10⁻6 കിട്ടും. പക്ഷേ -6ലുണ്ട് 10⁻�6 എന്ന് പറഞ്ഞിട്ട് തന്നെ എടുക്കണം. അപ്പോൾ 10⁻⁻6 മോൾ പെർ ലിറ്റർ. pH ഓഫ് സൊല്യൂഷൻ B എന്ന് പറയുന്നത് ഇത് 4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അപ്പോൾ എന്താ, അപ്പോൾ മൈനസ് ലോഗ് H+ എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. മൈനസിന് ഇപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ -4. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ആൻറ്റി ലോഗ് ഓഫ് -4, അതപ്പോൾ എന്ത് വരും, 10⁻⁻4 മോൾ പെർ ലിറ്റർ. ഓൺ മിക്സിംഗ് 1 ലിറ്റർ ഓഫ് ഈച്ച് സൊല്യൂഷൻ മോളർ കോൺസെൻട്രേഷൻ ഓഫ് ടോട്ടൽ H+ ഈസ് ഹാഫ്ഡ്. രണ്ടിലേക്കും ഈ പറഞ്ഞ 1 ലിറ്റർ എന്താണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ സൊല്യൂഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മോളർ കോൺസെൻട്രേഷൻ പകുതിയായി പോകും. അപ്പോൾ എന്താ, ടോട്ടൽ H+ = 10⁻6 + 10⁻4 ഡിവൈഡഡ് ബൈ 2. അതിൻ്റെ ഹാഫ് ആവുമെന്ന് പറയുമ്പോൾ രണ്ടിനെയും കൂടി സമഎടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക, രണ്ടിനെ കൊണ്ട്. അപ്പോൾ ഇത് രണ്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഈ പറഞ്ഞ 1.01 × 10⁻4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എന്താണ്, ഈ പറഞ്ഞ 5.05 × 10⁻5 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ H+ ഒരു കാര്യം ചെയ്യുക, 5.05 അപ്രോക്സിമേറ്റ്ലി 5 ആയിട്ട് നമുക്ക് എടുക്കുക. കാരണം അത്രയും എന്തായാലും ചെറിയ എന്ന് പറയുന്നത് വലിയ വ്യത്യാസമില്ല, വാല്യൂ അല്ലല്ലോ. 5 × 10⁻5. ഇനി എന്ത് ചെയ്യുക, pH എടുക്കുക. pH മൈനസ് ലോഗ് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് H+, അങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്താണ് അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് H+ ഈക്വൽ ടു മൈനസ് ലോഗ് 5 × 10⁻5. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാൽക്കുലേറ്റർ എടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ ഇതെന്താ വരാത്ത എന്താണ് മൈനസ് അടിക്കുക, എന്നിട്ട് ഷിഫ്റ്റ് അടിച്ചിട്ട് ലോഗ് അടിക്കുക, എന്നിരിക്കുന്ന വാല്യൂ കിട്ടും. പിന്നെ ഉള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ 5 × 10⁻5 എന്നും പറഞ്ഞിട്ട് നിങ്ങളെ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഫൈനലി ആൻസർ എന്ത് കിട്ടും, 4.03 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 4.3 എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ വായിച്ചത് 4.30 എന്നാണ്, ഞാനോട് മാറിപ്പോയത് വായിച്ചത്. അത് അപ്രോക്സിമേറ്റ്ലി 4.3 ആയിട്ട് ഇക്വേറ്റ്. അത്രയും ഇതെല്ലാം പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും ബാക്കി മൊത്തം നിങ്ങളെ കാൽക്കുലേറ്റർ എടുക്കുക, സമാധാനം ചോദിക്കുക, അത്രയല്ലോ. അപ്പോൾ ദാറ്റ് വിൽ ബി ദ എന്താണ് എൻഡ് ഓഫ് ദിസ് സെഷൻ. നമുക്ക് എന്താണ് ഇനി അടുത്ത ഇനി ഒരു 8 ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. ടോട്ടലി 20 ക്വസ്റ്റ്യൻസ് ആണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഞാനിപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത്, 12 ക്വസ്റ്റ്യൻ ഞാൻ ടോട്ടൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 8 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇനി 2 ക്വസ്റ്റ്യൻ വീതം, കാരണം ഓരോ ക്വസ്റ്റ്യനും അത്ര ഡിഫിക്കൽട്ടാണ്. ഞാൻ പിന്നെ ഇന്ന് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ മുന്നിൽ വരുന്നത് ഭയങ്കര കഷ്ടമാണ്. വാട്ട് ഈസ് ദ മിനിമം വോളിയം എന്നെല്ലാം പറഞ്ഞിട്ട് അതൊരു ഡേഞ്ചറസ് ക്വസ്റ്റ്യൻസ് തന്നെ വരാനുണ്ട്. നമുക്കതെന്ത് ചെയ്യാം, ഇനി നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള പ്രിൻസിപ്പിൾ ഇവിടെയാണ് നമുക്ക് ആവശ്യം. 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇനി അടുത്ത 4 ദിവസം ഇനി അടുത്ത 4 ക്ലാസ് കൊണ്ട് ഈക്വിലിബ്രിയത്തിനെ തീർത്താളെ. അപ്പോൾ ദാറ്റ് വിൽ ബി എൻഡ് ഓഫ് ടുഡേസ് ഇത്.